മാർച്ച് 25 ഒരു സാധാരണ ദിവസമല്ല. അറ്റ്ലാന്റിക് അടിമത്ത വ്യാപാരത്തിന്റെ ഇരകളെ ഓർക്കുന്ന ഒരു അന്താരാഷ്ട്ര അടിമത്ത വിരുദ്ധ ദിനമാണ്. മനുഷ്യന്റെ സ്വാതന്ത്ര്യദാഹത്തിന്റെയും അതിജീവനത്തിന്റെയും വീരഗാഥയുടെ ചരിത്രമാണ്. 4 പതിറ്റാണ്ടുകാലം നീണ്ടുനിന്ന മനുഷ്യത്വരഹിതമായ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അതെ, ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ ചരിത്രത്തിന്റെ കഥ. കേരളം മുതൽ കരീബിയൻ വരെ തോട്ട്സ് ചർച്ച ചെയ്യുന്നു. പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനം ആഫ്രിക്കൻ തീരങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരെ അവരുടെ പിറന്ന മണ്ണിൽ നിന്ന് ഉറ്റവരിൽ നിന്ന് പറിച്ചെടുത്ത് കന്നുകാലികളെ പോലെ കപ്പലുകളിലേക്ക് തള്ളി നിറച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുക്കിലൂടെ മിഡിൽ പാസേജിലൂടെ മാസങ്ങളോളം നീളുന്ന യാത്ര. ആ യാത്ര പൂർത്തിയാകുമ്പോഴേക്കും പകുതിയിലധികം ആളുകൾ രോഗം മൂലം പട്ടിണി കിടന്നും മരണപ്പെട്ടിരിക്കും. ശേഷിക്കുന്നവരെ അമേരിക്കയിലെയും കരീബിയയിലെയും തോട്ടങ്ങളിൽ വസ്തുക്കളെ പോലെ വിൽക്കപ്പെടും. അവരുടെ ശബ്ദം മായ്ക്കപ്പെടും. അവരുടെ ഭാഷ ഇല്ലാതായിത്തീരും. അത് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ കോളനികൾ സ്ഥാപിച്ചതോടെയാണ് ഇതിന് തുടക്കമായത്. പരുത്തി, പഞ്ചസാര, പുകയില തോട്ടങ്ങളിൽ ജോലി ചെയ്യാൻ വലിയൊരു തൊഴിലാളി വർഗത്തെ അവർക്ക് ആവശ്യമായിരുന്നു. യൂറോപ്പിൽ നിന്ന് തുണിത്തരങ്ങളും ആയുധങ്ങളും ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോകുന്നു. ആഫ്രിക്കയിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ആളുകളെ കപ്പലുകളിൽ മൃഗങ്ങളെ പോലെ കുത്തിനിറച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ യാത്രക്കിടയിൽ രോഗം മൂലവും പട്ടിണി മൂലവും ലക്ഷക്കണക്കിന് ആളുകൾ കടലിൽ മരിച്ചു വീണു. അമേരിക്കയിലെ തോട്ടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ തിരികെ യൂറോപ്പിലെത്തിക്കുന്നു. അടിമകളാക്കപ്പെട്ടവർക്ക് യാതൊരുവിധ മനുഷ്യാവകാശങ്ങളും ഉണ്ടായിരുന്നില്ല. വിപ്ലവം ചരിത്രത്തിലെ ഏറ്റവും വലിയ അടിമ വിപ്ലവമാണിത്. ഫ്രഞ്ച് ഭരണത്തിനെതിരെ ടൂസൈൻ ലൂവർച്ചർ എന്ന നേതാവിന്റെ കീഴിൽ അടിമകൾ സംഘടിക്കുകയും 1804 ഹെയ്ത്തി എന്ന സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. ഇത് ലോകമെമ്പാടുമുള്ള അടിമകൾക്ക് വലിയൊരു ആവേശം നൽകി. ചങ്ങലകൾക്ക് മനുഷ്യന്റെ ആത്മാവിനെ ബന്ധിക്കാനാവില്ല. ആ ഇരുട്ടിലും പോരാട്ടങ്ങൾ തുടർന്നു. ഒരു അടിമയായി ജനിച്ച് പിന്നീട് ഒരു വലിയ സൈന്യത്തെ നയിച്ച് ഫ്രഞ്ച് സാമ്രാജ്യത്വത്തെ മുട്ടുകുത്തിച്ച ധീരൻ ടൂസന്റ് ലൂവർച്ചർ ലോകത്തിലെ ആദ്യത്തെ സ്വതന്ത്ര കറുത്തവർഗ റിപ്പബ്ലിക്കായി ആസ്തി മാറിയത് ആ പോരാട്ടത്തിലൂടെയാണ്. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരാം. കേരളത്തിലും മനുഷ്യരെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. കൊച്ചിയിലും തിരുവിതാംകൂറിലും അടിമ ചന്തകൾ ഉണ്ടായിരുന്നു. മനുഷ്യനെ, കർഷക തൊഴിലാളിയെ ഭൂമിയോടൊപ്പം വിൽക്കുന്ന ഒരു സമ്പ്രദായം, അതെ, ഭൂമി അടിമത്തം നിലനിന്നിരുന്ന ഒരു നാടാണ് കേരളം. മനുഷ്യനെ വഴി നടക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. മൃഗങ്ങൾക്ക് വഴി നടക്കാനുള്ള അവകാശമുള്ളപ്പോഴും സാധാരണക്കാരനായ മനുഷ്യനെ വഴി നടക്കാൻ പോലുമുള്ള അവകാശം ഇല്ലാതിരുന്ന ഒരു നാടാണ് കേരളം. ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം വെറുതെ നേടിയതല്ല, വിയർപ്പും രക്തവും ഒഴുക്കി നേടിയതാണ്. അടിമത്തം നിയമപരമായി ഇല്ലാതായെങ്കിലും ജാതീയതയുടെയും വംശീയതയുടെയും ആധുനിക രൂപത്തിലുള്ള അടിമത്തങ്ങൾ പല ഘട്ടങ്ങളിലും തങ്ങി നിൽക്കുന്നുണ്ട്. നമ്മുടെ പൂർവികർ പൊട്ടിച്ചെറിഞ്ഞ ചങ്ങലക്കണ്ണികൾ കൂട്ടിമുട്ടാതിരിക്കാൻ ജാഗ്രത പുലർത്താം. നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തന ഫലമായാണ് നമുക്ക് ഇന്ന് മനുഷ്യനായി ജീവിക്കാൻ സാധിക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വേരോട്ടം പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ ഒരു മുന്നേറ്റമുണ്ടാക്കി. സഖാവ് കൃഷ്ണപിള്ളയും AKGയും EMSഉം ഒക്കെ നേതൃത്വം നൽകിയ ഇടതുപക്ഷ പ്രസ്ഥാനം മനുഷ്യനെ മനുഷ്യനായി ജീവിക്കുന്നതിനുള്ള അവകാശം, നാടുവാഴി ജന്മി തമ്പ്രാക്കന്മാരുടെ ആ സമ്പ്രദായം ഇവിടെ ഇല്ലാതാക്കി. പാവപ്പെട്ടവന് ഭൂമി നൽകി, വിദ്യാഭ്യാസം നൽകി, ആരോഗ്യം നൽകി ഒട്ടേറെ മുന്നേറ്റങ്ങൾ കേരളം ഇന്നും ഒന്നാമതായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്.